കേരളത്തിൽ നിന്ന് മാറുന്നപ്പോഴാണ് ഇവൻ്റെയൊക്കെ വില മനസ്സിലാകുന്നത്. പണ്ട് നാട്ടിൽ എപ്പോഴും സുലഭമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പം താണ്ട് ബാംഗ്ലൂർ വന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനവും. പണ്ട് അമ്മ ഇതിങ്ങനെ കൊത്തി അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത് പോയി നിൽക്കും. എന്തിനാണെന്നറിയാവോ? ഇതിങ്ങനെ കൊത്തി കൊത്തി അടുത്ത ഒരു നടുഭാഗത്തായിട്ട് വരുമ്പം ഇതിനകത്തൊരു ചെറിയൊരു സാധനമുണ്ട്. അത് നമുക്കിങ്ങനെ പച്ചയ്ക്ക് ചമർപ്പില്ലാതെ കഴിയും. ഇപ്പോൾ എനിക്കൊരു ചുണ്ടിനെ കിട്ടിയാൽ ഞാൻ തൊലിയൊക്കെ പൊളിച്ചിനെ സുന്ദരിയാക്കി എടുക്കും. എന്നിട്ട് ഇങ്ങനെ കൊത്തി കൊത്തി അരിയും. ഇങ്ങനെ നടുഭാഗത്ത് എത്തുമ്പോഴത്തേക്കിനും സൈഡിൽ നിന്ന് ഇങ്ങനെ കൊത്തിയെടുക്കും. അതുകൊണ്ട് അധികം കറ ചുവയ്ക്കാതിരിക്കും. എന്നിട്ട് ലാസ്റ്റ് മിച്ചം വരുന്ന ഈ പാർട്ട് ഇങ്ങനെ കളയും കേട്ടോ. എന്നിട്ട് ലേശം വെളിച്ചെണ്ണയും ഉപ്പും കൂടി ഇട്ട് നല്ലോണം തിരുമ്മി എടുക്കും. അപ്പോൾ എന്തെങ്കിലും നല്ല നൂല് പോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വരുള്ളൂ. അതൊക്കെ എടുത്ത് മാറ്റിക്കളയും. അപ്പോൾ നമുക്ക് ഈ ചമർപ്പ് ചുവയ്ക്കില്ല. പിന്നെ ഇനി ഒരു കൈപിടിയോളം തേങ്ങ എടുത്തൊരു വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയുള്ളി, കുറച്ച് കാന്താരി അല്ലെങ്കിൽ പച്ചമുളക്, മഞ്ഞപ്പൊടി എല്ലാം കൂടി എടുത്ത് ക്രഷ് ചെയ്യുക. പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് അരി കഴുകിയത് എടുത്ത് പൊട്ടിക്കണം. ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കിനുണ്ടല്ലോ അരിഞ്ഞ് വെച്ച ചുണ്ടെടുത്ത് എടുക്കുക. അതിൻ്റെ ഇടയിലിട്ട് നമ്മൾ അരപ്പും കൂടെ ചേർത്ത് വെച്ച് നടച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആവിയിലിരുന്ന് അവിടെ നിന്ന് വേഗട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ലാസ്റ്റ് തുറന്ന് വെച്ചിട്ടൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഈർപ്പൊക്കെ ഒന്ന് മാറി എന്നിട്ട് ഇങ്ങനെ നല്ല പൊടിപൊടിയായിട്ട് നമുക്ക് തോരൻ കിട്ടും. നല്ല അടിപൊളി ടേസ്റ്റ്.